ഇനി വരാൻ പോകുന്ന UPSC PSC എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക് നമുക്കിന്ന് പഠിച്ചാലോ. നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആനുകാലിക വിഷയങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് എക്സാമിന് റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെയധികമാണ്. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൾഡ് വാർ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം, ശീതയുദ്ധം. ഈ ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് മൺറോ ഡോക്ട്രിൻ. രണ്ടാം ലോക മഹായുദ്ധത്തിനും വളരെ മുമ്പേ 1823 തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ മൺറോ ഡെവലപ്പ് ചെയ്ത ഒരു ഡോക്ട്രിൻ, ഒരു സിദ്ധാന്തം, ഒരു തത്വമാണത്. അമേരിക്ക വളരെ റീസെന്റ് ആയി വെനിസ്വേലയെ അറ്റാക്ക് ചെയ്തു. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മുൻപ് പറഞ്ഞ ടോപ്പിക് ന്യൂസ് പേപ്പേഴ്സിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് മൺറോ ഡോക്ട്രിൻ? സംഭവം ഇത്രയേ ഉള്ളൂ. യൂറോപ്യൻ ശക്തികൾക്ക് പണ്ട് തൊട്ടൊരു പ്രശ്നമുണ്ട്. എല്ലാ രാജ്യങ്ങളും പോയി ആക്രമിച്ച് കീഴടക്കി കോളനികൾ ഉണ്ടാക്കുക. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്ന് ചെയ്ത അതേ പരിപാടി. പക്ഷെ അമേരിക്ക പറഞ്ഞു ആ പരിപാടി അമേരിക്കൻ കോണ്ടിനെന്റ്സ്, ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ നടക്കില്ല. ഒരു യൂറോപ്യൻ ശക്തികളും ഇങ്ങോട്ട് വന്ന് മറ്റ് രാജ്യങ്ങളെ, വെനിസ്വേല അല്ലെങ്കിൽ സ്പെയിൻ അല്ലെങ്കിൽ ബ്രസീൽ അല്ലെങ്കിൽ മറ്റത്തരത്തിലുള്ള ഒരു രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴടക്കി അവിടെ അവരുടെ കോളനികൾ സ്ഥാപിക്കാമെന്ന് മനക്കോട്ട കെട്ടണ്ട എന്ന് അമേരിക്ക പണ്ടേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ഏതെങ്കിലും യൂറോപ്യൻ ശക്തികൾ അവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക അവരെ നേരിടും എന്ന സൂചനയാണ് ഇതിലുള്ളത്. ഇത് ലോകം മുഴുവൻ ആഘോഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഇംപീരിയലിസ്റ്റ് ശക്തികൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി അമേരിക്ക നിലകൊള്ളുന്നു എന്നൊരു ഫീലിംഗ് ആണ് നമുക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ബാലഗംഗാധർ തിലക് പോലും പറഞ്ഞിരുന്നു ഇന്ത്യക്കും ഒരു മൺറോ ഡോക്ട്രിൻ വേണം എന്ന്. വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള കൊളോണിയൽ ശക്തികൾ, ബ്രിട്ടൻ പുറത്തു പോകണം എന്നുള്ള സൂചനയാണ് അതിലുള്ളത്. പക്ഷേ അമേരിക്കയുടെ സ്വഭാവം നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അവർ ലോക പോലീസ് കളിച്ച് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കൂട്ടരാന്ന് പൊതുവെ പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മറ്റു രാജ്യങ്ങളെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവരുടെ നെയ്ബറിംഗ് കൺട്രീസ്, ഇപ്പൊ തന്നെ ട്രംപ് വെനിസ്വേല അറ്റാക്ക് ചെയ്തില്ലേ, അവരുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ അവർ ഈ മൺറോ ഡോക്ട്രിൻ മിസ്യൂസ്, ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. കാര്യം ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് അന്നത്തെ ശക്തനായ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഇതിന് മറ്റൊരു ഭാഷയും രചിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അൺസ്റ്റേബിൾ ആവുകയാണെങ്കിൽ അവിടെ അമേരിക്കയ്ക്ക് ഇടപെടാം എന്നൊരു സൂചന റൂസ്വെൽറ്റ് അന്ന് കൊടുത്തിരുന്നു. നേരത്തെ യൂറോപ്യൻ ശക്തികൾ വന്നു കഴിഞ്ഞാൽ അവരെ അമേരിക്ക നേരിടും ലാറ്റിൻ അമേരിക്കയിൽ എന്നായിരുന്നു സൂചന. ഇപ്പോഴോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടെ പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇടപെടാം. യൂറോപ്യൻ ശക്തികൾ വന്നില്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് അവിടെ ഇടപെടാം എന്നാണ് റൂസ്വെൽറ്റ് അതിന് കൊടുത്ത ഒരു കൊറോളറി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? റഷ്യ ക്യൂബയിൽ മിസൈലുകൾ സ്ഥാപിക്കാൻ വരുന്നു. കോൾഡ് വാറിന്റെ സമയമാണ്. കമ്മ്യൂണിസ്റ്റ് റഷ്യക്കെതിരായിട്ട് ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക ശക്തമായ പ്രതിരോധം തീർക്കുന്ന സമയമാണ്. അപ്പൊ അമേരിക്ക എന്ത് ചെയ്തു? മൺറോ ഡോക്ട്രിൻ കൊണ്ടുവന്നു. അത് യൂറോപ്യൻ ശക്തികൾ അമേരിക്കൻ കോണ്ടിനെന്റിൽ അനാവശ്യമായി ഇടപെടരുത്. ആ പേരും പറഞ്ഞാണ് ക്യൂബയിലേക്ക് മിസൈലുകളുമായി എത്തിയ റഷ്യൻ കപ്പലുകളെ ആക്രമിക്കാൻ അമേരിക്ക പദ്ധതി ഇടുന്നതും ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ടാവുന്നതും അങ്ങനെ റഷ്യ അവിടെ നിന്ന് പിൻവാങ്ങുന്നത്. ഇതൊക്കെ PSC UPSC പരീക്ഷകളിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ഇന്ന് എന്താ സംഭവിച്ചത്? വെനിസ്വേല വെനിസ്വേല എന്ന് പറഞ്ഞ രാഷ്ട്രം ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള രാഷ്ട്രമാണ്. അവിടെ ജനാധിപത്യ വ്യവസ്ഥയിലല്ല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അവിടെ മൊത്തത്തിൽ ഒരു പ്രശ്ന രാഷ്ട്രമാണ് എന്ന് എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ്, ഇവിടെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, കയറ്റുമതി വർദ്ധിക്കുന്നു എന്നുള്ള എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് പ്രസിഡന്റ് ട്രംപ് ഈ മൺറോ ഡോക്ട്രിൻ ഉപയോഗിച്ചുകൊണ്ട് വെനിസ്വേലയെ പിന്നെയും അറ്റാക്ക് ചെയ്തത്. വെസ്റ്റേൺ ഹെമിസ്ഫിയറിനെ യൂറോപ്യൻ ശക്തികളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് പ്രസിഡന്റ് ജെയിംസ് മൺറോ കൊണ്ടുവന്ന ഈ സിദ്ധാന്തം, ഈ ഡോക്ട്രിൻ ഇന്ന് പ്രസിഡന്റ് ട്രംപ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ അയൽ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ, കരീബിയ അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇത് നമുക്ക് ഒബ്ജക്റ്റീവ് പരീക്ഷകളും സിവിൽ സർവീസ് മെയിൻസിനും ഇനി വരാൻ പോകുന്ന ഇന്റർവ്യൂ പ്രോഗ്രാംസ്, KS ഇന്റർവ്യൂ വരുന്നു, UPSC ഇന്റർവ്യൂ വരുന്നു, ഡിഗ്രി ലെവൽ PSC എക്സാംസിന്റെ ഇന്റർവ്യൂവിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. കൃത്യമായി നോക്കിയിട്ട് പോവുക. നിങ്ങൾക്കൊരു ഹോംവർക്കും കൊണ്ടുണ്ട്. ഈ മൺറോ ഡോക്ട്രിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കുന്ന മറ്റൊരു ഡോക്ട്രിൻ ഉണ്ട്. അതാണ് ട്രൂമാൻസ് ഡോക്ട്രിൻ. എന്താണ് ട്രൂമാൻസ് ഡോക്ട്രിൻ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ക്ലാസ്സുകൾക്കായിട്ട് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഡിഗ്രി ലെവൽ PCM ബാച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th+2 ലെവൽ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ഫ്രീ ആയി അവിടെ ലഭിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.